أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ടവരെ, ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന് പറയുന്ന കിതാബ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കഴിഞ്ഞ 4 ക്ലാസ്സുകൾ അൽഹംദുലില്ലാഹ് സശ്രദ്ധം കേട്ടു. വിഷയങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വേണ്ടത് എഴുതി വെച്ചിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പലരും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇന്നലെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഏതായാലും അൽഹംദുലില്ലാഹ് ഇൽമ് പ്രതീക്ഷിച്ച് നിൽക്കുന്നതും അത് പഠിക്കാൻ ശ്രമിക്കുന്നതും പഠിക്കണമെന്ന് കരുതുന്നത് പോലും വലിയ പ്രതിഫലമാണ്. അല്ലാഹു തആല ഇൽമിൻ്റെ വക്താക്കളായി നമ്മളെ ഉയർത്തുമാറാവട്ടെ. നല്ല ഇൽമുള്ളവരായി അല്ലാഹു തആല നമ്മെ വളർത്തുമാറാവട്ടെ. ഇൽമനുസരിച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മൾ ചർച്ച ചെയ്തത് ഇസ്ലാമിക വിധിവിലക്കുകളെ കുറിച്ചാണ്. വാജിബ് പറഞ്ഞു, മന്ദൂബ് പറഞ്ഞു, ഹറാമ് പറഞ്ഞു, കറാഹത്തും പറഞ്ഞു. കറാഹത്തിൽ ചെറിയ രൂപം കൂടെ പറയാനുണ്ട്. കറാഹത്തും ഖിലാഫുൽ ഔലയും ഒരേ നിർവചനമാണ് എന്ന് നമ്മൾ പറഞ്ഞു. കറാഹത്തും ഖിലാഫുൽ ഔലയും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഹദീസിൽ വ്യക്തമായി വിലക്ക് വന്നതിനെ കറാഹത്ത് എന്നും ഹദീസിൽ വ്യക്തമായി വിലക്ക് വരാത്തതിന് ഖിലാഫുൽ ഔല എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? ളുഹാ നിസ്കാരം ഉപേക്ഷിക്കൽ അത് ഖിലാഫുൽ ഔലയാണ്. ളുഹ നിസ്കാരത്തിനെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. ഫഖദ് വറദൽ അംറു ബിഫിഅലിഹാ ഫിൽ അഹാദീസ്. ളുഹയുടെ കൽപ്പനയെക്കുറിച്ച് ളുഹ നിസ്കരിക്കാനുള്ള കൽപ്പന ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ കൽപ്പനയാണ് അവിടെ വന്നത്, എന്ത് വന്നിട്ടില്ല? വ്യക്തമായി ളുഹ നിസ്കാരം ഉപേക്ഷിക്കരുത് എന്ന് വന്നിട്ടില്ല. അതുപോലെയല്ല തഹിയ്യത്ത് നിസ്കാരം ഉപേക്ഷിക്കരുത് എന്നുള്ള വ്യക്തമായ വിലക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞ ഹദീസ് വഇദാ ദഖല അഹദുക്കും അൽ മസ്ജിദ് ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈനി. അവിടെ തഹിയ്യത്ത് നിസ്കാരം ഉപേക്ഷിക്കരുത് എന്ന വ്യക്തമായ ആശയം തന്നെ വന്നിട്ടുണ്ട്. അഥവാ അതിനെ ഉപേക്ഷിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്ന ഒരു ഭാഷ അവിടെ വന്നിട്ടുണ്ട്. ളുഹാ നിസ്കാരത്തിനെ കുറിച്ച് അങ്ങനെ വ്യക്തമായി ഉപേക്ഷിക്കരുത് എന്ന് വന്നിട്ടില്ല. തഹിയ്യത്ത് നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല എന്നും ളുഹാ നിസ്കാരം ഉപേക്ഷിക്കരുത് എന്ന വ്യക്തമായ വിലക്ക് വന്നിട്ടില്ല. രണ്ടും ഇതാണ് വ്യത്യാസമുള്ളത്. നമ്മളെ ചർച്ച മുബാഹിലേക്കാണ് ഇന്നത്തെ ചർച്ച. വൽ മുബാഹു, ഇസ്ലാമിന്റെ വിധിവിലക്കുകളിൽ 5-ാമത്തത് മുബാഹ്. മാലാ യുസാബു വലാ യുആഖബു അലാ ഫിഅലിഹി വലാ അലാ തർക്കിഹി. ഈ ഡെഫിനിഷനൊക്കെ കഴിയുന്ന ആളുകൾ എഴുതി വെച്ചാൽ വലിയ സന്തോഷം. മാലാ യുസാബു വലാ യുആഖബു അലാ ഫിഅലിഹി വലാ അലാ തർക്കിഹി. ചെയ്താലും ഉപേക്ഷിച്ചാലും ശിക്ഷയും കൂലിയും ഇല്ലാത്തതാണ് ഹലാൽ, മുബാഹ്. അതാണ് അനുവദനീയം എന്ന് പറയാം. ചെയ്തതിൻ്റെ പേരിൽ കൂലി, ചെയ്യാത്തതിൻ്റെ പേരിൽ കൂലി, ചെയ്തതിൻ്റെ പേരിൽ ശിക്ഷ, ചെയ്യാത്തതിൻ്റെ പേരിൽ ശിക്ഷ, അങ്ങനെ ഒന്നുമില്ല. ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും കൂലിയുമില്ല, ശിക്ഷയുമില്ല. അതിനാണ് ഹലാൽ എന്ന് പറയാം. ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചെയ്യാം, ചെയ്യണ്ട എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ചെയ്യാതിരിക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അതിൽ യാതൊരു പ്രശ്നവും ഇല്ല. ഉദാഹരണം, കശുർബിൽ ഹലീബ്, പാല് കുടിക്ക, മിൽക്ക്, നല്ല പാല് കുടിക്ക എന്നുള്ളത് അനുവദനീയമാണ്. കുടിക്കുന്നവർക്ക് കുടിക്കാം, കുടിക്കാൻ ഉദ്ദേശിക്കാത്തവർക്ക് കുടിക്കാതിരിക്കാം. വയുഖാലു ലിൽ വാജിബി, നമ്മൾ നേരത്തെ പറഞ്ഞ ഇനി ഓരോ വിധികളുടെയും ഓരോ വാജിബിനും മന്ദൂബിനും ഹറാമിനും ഇതിനൊക്കെ വ്യത്യസ്ത പേരുകളുണ്ട്. ഇതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വയുഖാലു ലിൽ വാജിബി, വാജിബിന് പറയപ്പെടും. അഥവാ വാജിബിന്റെ മറ്റൊരു പേര് എന്ത്? ഫർളുൻ. നമ്മൾ പൊതുവെ ഫർള് എന്നാ പറയാ. ഫർള് എന്ന് വാജിബിന്റെ മറ്റൊരു പേരാണ്. വലിൽ മന്ദൂബി, മന്ദൂബിന് പറയപ്പെടും. അഥവാ സുന്നത്തുൻ,
മന്ദൂബ് എന്ന് പറഞ്ഞാൽ സുന്നത്ത്, സുന്നത്തിന്റെ മറ്റൊരു പേരാണ് മന്ദൂബ്, മന്ദൂബിന്റെ മറ്റൊരു പേരാണ് സുന്നത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. മുസ്തഹബുൻ, ഇപ്പൊ മന്ദൂബിനിക്ക് സുന്നത്ത് എന്നും മുസ്തഹബ് എന്നും പേരുണ്ട്. വലിൽ മുബാഹി, മുബാഹിനിക്ക് പറയപ്പെടും അതിന്റെ മറ്റൊരു പേര് ജായിസുൻ വ ഹലാലുൻ, അതിന് ജായിസ് എന്നും ഹലാല് എന്നും പേരുണ്ട്. വാജിബിന് ഫർള് എന്നും മന്ദൂബിന് സുന്നത്ത് മുസ്തഹബ് എന്നും ഈ രണ്ട് പേരുകൾ, അതോ മൂന്ന് പേര് ടോട്ടൽ. മുബാഹിനിക്ക് ജായിസ് ഹലാല് എന്നും ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്. മുബാഹ് എന്ന് പറഞ്ഞാൽ അനുവദനീയം, ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം, ഒരാൾക്ക് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാം എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ മഹത്തായ ഇൽമ പഠിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു തആല അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.